കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടി. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു അരുളി ചെയ്തു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ആഗമന കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോയുടെ തിരുപ്പിറവിക്കായിട്ട് നമ്മളെ തന്നെ ആത്മീയമായി ഒരുക്കിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. നമ്മളിന്ന് വായിച്ച് കേട്ട 2 വചനഭാഗങ്ങളും നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. അതായത് ആശ്വസിപ്പിക്കുന്നവനായ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി നമ്മൾ മാറണം. ആശ്വസിപ്പിക്കുന്നവനായ ദൈവത്തെ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴാണ് അവൻ തരുന്ന ആശ്വാസം നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റുക. നമ്മളിന്ന് വായിച്ച് കേട്ട 1-ാമത്തെ വായനയിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ മാറ്റങ്ങളാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ ആകുലതകളുണ്ട്, നാളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, രോഗത്തിൻ്റെ അവസ്ഥകളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള സഹനങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ശക്തി പ്രാപിക്കും. അതായത് അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട രഹസ്യം, അതായത് ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ ഈ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്യാനായിട്ടുള്ള ഒരു വലിയ കൃപ നമുക്ക് ലഭിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും നൊമ്പരങ്ങളും രോഗത്തിൻ്റെ അവസ്ഥകളും കടബാധ്യതകളും ഒന്നും ഉണ്ടാകത്തില്ല എന്നുള്ളതല്ല ദൈവം തരുന്ന വാഗ്ദാനം. പക്ഷെ ഇതിനെയൊക്കെ അതിജീവിക്കാനായിട്ടുള്ള ഒരു വലിയ കൃപ ദൈവം നമുക്ക് തരുമെന്നുള്ളത് വചനം നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു ദൈവവിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുക. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 മുതലുള്ള വചനങ്ങളെ കാണുന്നത്. അതായത് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതായത് പഴയ നിയമത്തിൻ്റെ ഒരു പൂർത്തീകരണം ഈശോയിൽ സംഭവിക്കുകയാണ്. ആശ്വസിപ്പിക്കുന്നവനായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഈശോ പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരും. അതായത് ഈശോയിലാണ് നമുക്ക് ആ ഒരു സന്തോഷത്തിൻ്റെ പൂർണ്ണത ലഭിക്കുന്നത്. നമുക്കറിയാം, ആശ്വാസം എന്ന് പറയുന്നത് ഒരു സ്നേഹത്തിൻ്റെ ഭാഷയാണ് ആശ്വാസം. നമ്മളൊക്കെ മടുത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓട്ടത്തിനിടയ്ക്കൊക്കെ നമ്മൾ മടുത്തിരിക്കുന്ന സമയത്ത് ഒരാളെന്ന് പറയാൻ, സാരമില്ല, ഞാൻ നിന്നെ സഹായിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആകുലതകളും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ നമ്മളെ ഒന്ന് 2 നല്ല വാക്കുകളൊക്കെ പറയുമ്പോൾ അതൊരു വലിയ ആശ്വാസം. സ്നേഹത്തിൻ്റെ ഒരു ഭാഷയാണ്. ഈശോ ആ സ്നേഹത്തിൻ്റെ ഭാഷ ഉപയോഗിച്ച് അന്നത്തെ കാലത്ത് ഒത്തിരിയേറെ അസ്വസ്ഥതകളിലൂടെ കഴിഞ്ഞിരുന്ന ആ ഒരു ദൈവജനത്തെ നോക്കിയിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, നിലനിൽക്കുന്ന ആശ്വാസം ഞാൻ നിങ്ങൾക്ക് തരാം. വീണ്ടും ഈശോ പറയുന്ന കാര്യം, അതായത് എൻ്റെ അടുക്കൽ വരുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കടമയെക്കുറിച്ചും ഈശോ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് എൻ്റെ അടുത്ത് വന്നിട്ട് ചുമ്മാ പോയാൽ മാത്രം പോരാ, എന്നിൽ നിന്ന് വരിക മാത്രമല്ല, എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. അതായത് ഈശോയുടെ അടുക്കൽ വന്ന് ഈശോയിൽ നിന്ന് പഠിക്കാനായിട്ട് ആവശ്യപ്പെട്ടത് ഈശോയുടെ ശാന്തശീലതയും വിനയത്തിൻ്റെ ആ മാതൃകയുമാണ് നമ്മൾ ഈശോയിൽ നിന്ന് പഠിക്കേണ്ടത്. നമ്മുടെയൊക്കെ ജീവിതങ്ങളെയും ഈ ഒരു വചന വെളിച്ചത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു ശാന്തശീലതയ്ക്കും വിനയത്തിനൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട അസ്വസ്ഥതകളൊക്കെ മാറി ഒത്തിരിയേറെ സന്തോഷം അനുഭവിക്കാൻ പറ്റും. ഈശോയിൽ നിന്ന് നമുക്ക് ഈ ഒരു വലിയ പുണ്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാനും ദൈവത്തിൻ്റെ ആ ഒരു വലിയ സ്നേഹം തിരിച്ചറിയാനും പറ്റും. പലപ്പോഴും നമ്മുടെയൊക്കെ ആഘോഷങ്ങൾ, വിശുദ്ധ കുർബാനയും ക്രിസ്തുമസ് ആഘോഷവും ഒക്കെ ഒരു വലിയ അനുഭവമാകാതെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാര്യം രക്ഷകനായ ആശ്വസിപ്പിക്കുന്നവനായ ദൈവത്തെ തിരിച്ചറിയാതെ പോകുന്നതാണ്.
ഇന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. അതായത് ഈശോയിൽ നിന്ന് പഠിക്കുക. ശാന്തശീലതയും അതുപോലെ തന്നെ വിനയത്തിൻ്റെ ആ ഒരു വലിയ മാതൃകയും, ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് വിനയത്തിൻ്റെ മാതൃക കാണിച്ചു കൊടുത്ത യേശു ഒത്തിരിയേറെ പ്രയാസങ്ങളും അതുപോലെ തന്നെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോഴും തൻ്റെ ദൗത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ക്രിസ്തുവിനെ കാണാൻ പറ്റും. ശാന്തതയോടെ, സൗമ്യതയോടെ. ഒത്തിരിയേറെ ആളുകൾ ഈശോയെ കാണുവാനും സ്പർശിക്കുവാനും തൊടുവാനും സൗഖ്യം ലഭിക്കുവാനും രാവിലെ മുതൽ ഈശോയുടെ അടുക്കൽ വന്നു. ഈശോ അവരെ എല്ലാം വെറും കൈയോടെ അല്ല പറഞ്ഞു, അവരെല്ലാം അനുഗ്രഹിച്ച് സൗഖ്യപ്പെടുത്തി പറഞ്ഞയക്കുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ മാതൃക ഈശോയിൽ നമ്മൾ പഠിക്കണം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സംഭവിക്കുന്നത് നമുക്ക് അനിയന്ത്രിതമായ കോപമാണ്. ആകുലതകളും ടെൻഷനും ഒക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ എന്തിനും ഏതിനും ദേഷ്യവും വഴക്കും കോപവും വെറുപ്പും വിദ്വേഷമൊക്കെ എന്തുമാത്രം നമ്മുടെയൊക്കെ സമൂഹത്തെ പോലും, അത് കുടുംബത്തെ മാത്രമല്ല, അത് സമൂഹത്തെ പോലും ബാധിക്കുന്നു എന്നുള്ളത് ചുറ്റുപാട് നമ്മൾ കണ്ണോടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അസ്വസ്ഥതകളുടെ നടുവിൽ ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവനല്ല ഒരു ദൈവ പൈതൽ. മറിച്ച് അവൻ ദൈവത്തിൻ്റെ ആ ഒരു വലിയ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ആ ഒരു വലിയ കൃപയിൽ ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണമെന്നുള്ളത് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് സുവിശേഷത്തിലൂടെയും ഒന്നാമത്തെ വായനയിലൂടെയും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു വചനഭാഗം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റെടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വയ്ക്കുക. നമ്മുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. സുഭാഷിതങ്ങൾ 16-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനം പറയുന്ന പോലെ നിൻ്റെ പ്രയത്നം മുഴുവനും കർത്താവിൽ അർപ്പിക്കുക, നിൻ്റെ പരിശ്രമം ഫലമണിയുന്നത് കാണാൻ പറ്റും. നിൻ്റെ പരിശ്രമം മുഴുവനും കർത്താവിൽ അർപ്പിക്കാൻ തുടങ്ങുമ്പോൾ, അതായത് നമ്മുടെ സങ്കടങ്ങളും വേദനകളും കർത്താവിൻ്റെ അടുത്ത് സമർപ്പിച്ചിട്ട്, കർത്താവേ, ഇതിനൊരു പരിഹാരം കാണുവാനായിട്ട് നീ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനെ മറികടക്കാനും അതിജീവിക്കാനും വലിയ കൃപ നമുക്ക് ലഭിക്കും. അതാണ് ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴുള്ള ആ ഒരു വലിയ കൃപ. അതുകൊണ്ടാണ് വചന സങ്കീർത്തകൻ പറയുന്നത്, മനുഷ്യനിൽ ആശ്രയം വെക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയം വെക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ ബോധ്യം നമ്മളിൽ നിറയാം. ക്രിസ്മസിന് ഒരുക്കമായിട്ട് നമ്മളെ തന്നെ ഒരുക്കുമ്പോൾ ഈ ഒരു വലിയ ബോധ്യം, ദൈവാശ്രയ ബോധത്തിൽ വളരുന്നവരായി മാറുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രണ്ടാമതായിട്ട്, ക്രിസ്തുവിൽ നിന്ന് ഈ ഒരു വലിയ പുണ്യം, സൗമ്യതയും ശാന്തശീലതയും വിനയത്തിൻ്റെ മാതൃകയും ഈശോയിൽ നിന്ന് പഠിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ മാറുന്നത് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ കൃപ നമ്മളിൽ നിറയുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതിനു വേണ്ട എല്ലാ കൃപയും അഭിഷേകവും കർത്താവ് ഈ ബലിയിലൂടെ നമുക്ക് നൽകട്ടെ. ആമേൻ.